പെൻഗ്വിൻ. ഇവിടെ നിക്ക്. എന്നെ ഫീഡ് ചെയ്യണേ. ഓ വാവ്. ഓക്കെ. ഓ എടാ എന്നെ കടിക്കരുത് ഇവര്. അയ്യോ തന്നെ എടുത്തോണ്ട് പൊക്കോളൂ. Let's go. ബെസ്റ്റ്. ഒരു പെൻഗ്വിന്റെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന്. താന്നു പോകുന്നുണ്ട്. പിള്ളേർ ഭയങ്കര എൻജോയ് ചെയ്യുന്ന സ്ഥലങ്ങളാട്ടോ ഇതൊക്കെ. പാട്ട് പഠിച്ചു നിന്റെ തലയിലെടുത്ത് ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണ്. അയ്യോ എന്റെ ഋഷിക്കുട്ടനെ സിംഹം കൊണ്ടുപോയേ. അയ്യോ എവിടാ നിൽക്കുന്നത് ഋഷി? എവിടെ? ബേർഡിന്റെ അടുത്താണോ? എന്നെ ഇടിക്കാൻ വരുന്നേ. അയ്യോ ഋഷിയാണോ? എന്റെ അമ്മോ ഇത് എന്തുവാ ഇത്? സാധനങ്ങൾ വാങ്ങിക്കാൻ പോവോ? എന്ത് സാധനം വാങ്ങിക്കാൻ പോകുന്നേ? ആര്? ഞാനൊന്നുമില്ല ഐക്യയില്. ആര് പറഞ്ഞ ഐക്യ പോകുന്ന? നീ നമുക്ക് ഇവനെ ഐക്യയില് വിടാം. നീ പൊക്കോ, ഞങ്ങളില്ല കേട്ടോ. ഞങ്ങൾ അക്യൂരത്തിൽ പോയിക്കോളാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പുതുവത്സരത്തിൽ പുതിയൊരു ദിനം നല്ല അടിപൊളിയായിട്ട് പോട്ടെ എന്ന് വിചാരിക്കുന്നു, പോയി എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഋഷി പറഞ്ഞ സ്ഥലത്താണ് ഋഷിക്ക് വേണ്ടി നമ്മളിന്ന് കറങ്ങാൻ പോകുന്നത്. അയാൾ ഇറങ്ങി വന്ന് ഡോറ് വരെ തുറന്നു വരുന്നു. അയാള് ചിരിച്ച് സംസാരിച്ച് ഒന്ന് ആലോചിച്ച് ടാക്സി ഒക്കെ ബുക്ക് ചെയ്യുമ്പോഴത്തേക്കിനും എങ്ങനെയൊക്കെയാണ് ആൾക്കാര് പെരുമാറുന്നത്, ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ. ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ അങ്ങനല്ല, അങ്ങനെയൊന്നും ചെയ്യണമെന്നല്ല പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ കസ്റ്റമേഴ്സ് ആണല്ലോ അല്ലേ. ആ കസ്റ്റമേഴ്സിനോട് അത്ര ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ ബിഹേവ് ചെയ്യുന്നത് കണ്ടോ. ഇത് നമ്മുടെ ഹോട്ടലിൽ നിന്ന് കാണുന്ന ഒരു ബിൽഡിങ്. അതുകൊണ്ട് ഇത് മറ്റേ ബസ് സ്റ്റോപ്പാണ്, റോഡിന്റെ നടുവിലുള്ള ബസ് സ്റ്റോപ്പ്. ഞാൻ പറയുന്നു ഇവൻ ഓരോ പാട്ടുകളൊക്കെ പാടുന്ന കണ്ടിട്ടേ ആ പാട്ടിലെങ്ങാണ്ട് അവരുടെ ഭാഷയിൽ തെറിയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൊടുക്കും. നോക്കിക്കോ, രണ്ട് സൈഡിലും ഇവിടെ അടി ഇവിടെ അടിയും കിട്ടും. നോക്കിക്കോ, കൊളംബോയിൽ വെച്ച് ജസ്റ്റ് ഒന്ന് രക്ഷപ്പെട്ടതാ അടി കിട്ടാതെ. പുറത്താരിക്കാന്ന് നോക്കിയാ നീ കണ്ടോ? ജോക്കറിനെ കണ്ടോ? ജോക്കർ ടോയ് ഷോപ്പൊക്കെ ഉണ്ട്. ചേരാ നാളെ ഈ വഴിക്ക് വരുമ്പോഴത്തേക്കിന് എന്തേലും ഋഷിക്ക് വേണ്ടാത്തൊന്നും ഇല്ലല്ലോ അല്ലേ. ഇത് കണ്ടോ, ഇവിടെ ഒരു ലെവൽ ക്രോസ് വീണേ. അത് ആക്ച്വലി ആ ഭാഗത്താണ് കമ്പി വന്ന് വീണ്ടിരിക്കുന്നത്. നടുക്കൊക്കെ എംറ്റി ആണ് കണ്ടോ. ബൈക്കാരൊക്കെ സൈഡിൽ കൊണ്ട് മാറ്റി നിർത്തിയിരിക്കുന്നുണ്ടോ. നമ്മുടെ നാട്ടിലാണ് എന്ത് ചെയ്യും, നമ്മളെല്ലാം അതിനിടയ്ക്ക് ഇവിടെ കുത്തിക്കയറ്റി കൊണ്ടുപോകും. ഇതേ പോകുന്നു ട്രെയിൻ. ഇതെനിക്ക് തോന്നുന്നു ഇവരുടെ ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻ ആയിരിക്കും. വലിയ ട്രെയിൻ ആണല്ലോ, അടിപൊളി. കണ്ടോ ട്രെയിൻ പോയതും അത് പൊങ്ങി കണ്ടില്ലേ. സിമ്പിൾ, എത്ര പെട്ടെന്നാണ്, എല്ലാം ഫാസ്റ്റ് ആണ്. ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ട് ട്രെയിൻ പോയി ഇത് പൊങ്ങി. അതായത് അവിടെ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങളിപ്പോ അഞ്ചോളം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഹോട്ടലിനടുത്ത് തന്നെയാണ്. ഇവിടെ മറ്റേ റെയിൻകോട്ട് ഇരിക്കുന്ന ആൾക്കാരാണ് കണ്ടില്ല. മഴ പെയ്യും എന്നുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അഞ്ചോളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ കുറേ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് കാണാൻ വേണ്ടിയാണ് വന്നേക്കുന്നത്. ഇവിടെ നമ്മൾ ഇതിനകത്ത് കയറുന്നതിന് മുമ്പായിട്ട് ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയൊക്കെയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ സമയം. ഇതിനകത്ത് കയറി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ടിക്കറ്റ് എടുക്കണം. ഇതിപ്പോൾ അതിനകത്തേക്കുള്ള എൻട്രി ഫീ ടിക്കറ്റാണ്. താങ്ക് യു. നമ്മളിവിടെ അകത്ത് കയറാനായിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് എത്ര രൂപ? 1,50,000. ഫിഷ് കാണാൻ നമ്മൾ പോകുന്നത് കേട്ടോ. എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 3 പേർക്ക് 500 രൂപ. അതാണ് സംഭവം. എടാ ഇതിനകത്ത് ട്രെയിനൊക്കെ ഉണ്ടോ? ആ മറ്റേ ട്രെയിനൊക്കെ കാണാം. റെയിൽവേ ട്രാക്ക് പോലെ എന്തോ സംഭവങ്ങളൊക്കെ കാണാം. കണ്ടോ നോക്കി. ഇത് വലിയൊരു പാർക്ക് ഏരിയ ആണ്. ഇതിനകത്ത് പല സ്ഥലത്തും ഉണ്ട്, വണ്ടി പാർക്ക് ചെയ്യാം. പിന്നെ കുറേ ഏരിയാസ് ഉണ്ട്, ഇഷ്ടമുള്ളിടത്ത് പോവാം. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു മറ്റേ പാർക്കിനകത്തൊക്കെ കാണുന്ന പോലത്തെ സർക്കുലർ ട്രെയിൻ ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടില്ലേ നോക്കി. ഇത് കണ്ടോ, അത് റെയിൽവേ സ്റ്റേഷനാണ്. അത് ഇതിനകത്ത് അറ്റ്ലാന്റിസ് ഉണ്ട്, വാട്ടർ തീം പാർക്ക് ഉണ്ട്, കുറെ സംഭവങ്ങളുണ്ട്. 2-3 ദിവസം മൊത്തം വന്ന് കാണാനുള്ള അങ്ങനെ കുറെ പരിപാടികളുണ്ട്. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. വാട്ട് ഈസ് യുവർ നെയിം? Daniel. Huh? Daniel. Yeah. Nice to meet you, Daniel. Yeah. Thank you. Thank you. Yeah. Ade Rishi, come on. Ba. വാട്ടർ പാർക്കിൽ പോകുന്നില്ല കേട്ടോ. ബാ. നല്ലൊരു ചങ്ങായിരുന്നേ അല്ലേ? പറഞ്ഞല്ലോ ഇവിടെ മൊത്തം കളികളാടി. ദൈവമേ, ഇത് ഫുൾ തകർത്ത് വാരും ഇന്ന് നമുക്ക് ആദ്യം ATM പോയി കുറച്ച് കാശെടുത്ത് ലക്ഷങ്ങൾ, മില്യൺസ് ഓഫ് റുപ്യ നമുക്ക് എടുക്കണം. ഇത് എന്ത് സെറ്റപ്പ് സ്ഥലമാണ്. അതായത് ഇവിടെ ഏത് ഡിഗ്രിയാ?
അതേപോലത്തെ ഒരു ഡ്രസ് ഇവനും ഫുൾ ഡ്രസ്സാ? ഇത് ഇവിടെ ATM ഒന്നും കാണുന്നില്ലല്ലോ. ആ ഇത് റെന്റിന് എടുത്തിട്ട് പോകാൻ തോന്നുന്നു കേട്ടോ. അടിപൊളി, നൈസ്. അതായത് ഇവിടെ എല്ലാം ഈ വണ്ടികൾ കണ്ടില്ലേ, ഇത് ഈ കാണുന്നത് ഇവരുടെ അറ്റ്ലാന്റിസ് വാട്ടർ തീം പാർക്കാണ്. ഇതെല്ലാം ഒരു പ്രൈവറ്റ് ഏരിയ ആണ്. ആ പ്രൈവറ്റ് ഏരിയയിലേക്കാണ് നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വന്നത്. അപ്പോൾ അറ്റ്ലാന്റിസ് വാട്ടർ തീം പാർക്കുണ്ട്, പിന്നെ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പല പല പാർക്കുകളുണ്ട്, ഹോട്ടലുകളുണ്ട്, റിസോർട്ടുണ്ട്, പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വാട്ടർ തീം പാർക്കിൽ പോകാനായിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയുക, വെക്കേഷൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. വാട്ടർ തീം പാർക്കിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും വെള്ളത്തിൻ്റെ അവസ്ഥ എന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ യൂഷ്വലി വാട്ടർ തീം പാർക്ക് പോകാത്തത്. പിന്നെ ഋഷിയും ചെറുതല്ലേ, കുറച്ചും കൂടെ വലുതായാലേ ഐ തിങ്ക് ഹി വിൽ എൻജോയ് ഇറ്റ്. അപ്പോൾ നമുക്ക് ബാക്കി അവൻ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ഈ പ്രായത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് പോകാം. പക്ഷേ ഇത് ഒരു ഗംഭീര സ്ഥലം കേട്ടോ. അത് റിസോർട്ടാണെന്ന് തോന്നുന്നു. അത് കണ്ടാ അടിപൊളി, കൊള്ളാലോ. ഇതിനകത്ത് തന്നെ ഇതുപോലെയുള്ള സൂപ്പർ മാർക്കറ്റുകളുണ്ട്. പിന്നെ ആൾക്കാരൊക്കെ വണ്ടിയൊക്കെ കൊണ്ടിട്ടിട്ട് ഇത് ഇവിടെ പായൊക്കെ വിരിച്ചിട്ട് പിക്നിക്കും പരിപാടികളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ശരിക്കും ഇന്തോനേഷ്യയിൽ ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്ന ഈ സമയം എന്ന് പറയുന്നത് ഡിസംബർ ജനുവരി എന്നൊക്കെ പറയുന്നത് മഴക്കാലമാണ്, പീക്കാണ്. ഏത് സമയത്തും മഴ പെയ്യാം. എങ്ങനെയാണ് മഴ പെയ്യുന്നത് നമുക്കറിയില്ല, പക്ഷേ ഏത് സമയത്ത് മഴ പെയ്യാം. അങ്ങനത്തെ പീക്ക് മഴക്കാലമാണ്. എന്നാലും ഇച്ചിരി ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് ആയിരിക്കും. നമ്മൾ അത്യാവശ്യം വേർക്കും നല്ല രീതിയിൽ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇന്തോനേഷ്യൻ ട്രിപ്പൊക്കെ ചെയ്യുന്ന ആൾക്കാർ വെതറൊക്കെ നോക്കിയിട്ട് വേണം വരാനായിട്ട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ബേർട്ട്ലാൻഡ് ഉണ്ട് ഇവിടെ, ജക്കാർത്ത ബേർട്ട്ലാൻഡ്. പിന്നെ സമുദ്ര എന്നും പറഞ്ഞുകൊണ്ട് വേറൊരു സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ശരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഋഷിയുടെ വീഡിയോ എടുത്ത് പറ. ഫിഷ് കാണാനാ പോകുന്നേ. ഇത് ശരിക്കും ഉണ്ടല്ലോ ഒരു ഡിസ്നി വേൾഡിലൊക്കെ വരുന്ന പോലത്തെ ഒരു കൺസെപ്റ്റാണ്. പക്ഷേ ഡിസ്നി വേൾഡിൽ നമ്മൾ ഫുൾ പേയ്മെൻറ്റ് കൊടുത്തിട്ട് അകത്ത് കയറും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറാൻ ഒരു ചെറിയ പൈസ, പിന്നെ അകത്ത് കയറിയിട്ട് ഓരോ സ്ഥലത്ത് പോകാനും വേറെ വേറെ പൈസ. ഇതെന്ത് ഇത് ഡോൾഫിനാണാ? മാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് ഇത്? ഫുള്ള് പ്ലേ ഗ്രൗണ്ട് ഒക്കെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ കുറേ സംഭവങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ സമുദ്ര അക്വേറിയത്തിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ATM കിട്ടും. ഇവിടെ ഒരു ATM ഉണ്ട്. അങ്ങനെ ഫൈനലി ഐ ഗോട്ട് ആൻ ATM. ഇവിടുത്തെ ATM മാക്സിമം 10 ലക്ഷം രൂപ കിട്ടുള്ളൂ ഗൈസ്. 1 2 3 4 5 6 7 8 9 10 ലക്ഷം രൂപ കിട്ടി എന്ന് പറയുമ്പോൾ ഏകദേശം 5500 രൂപ അത്ര കിട്ടുള്ളൂ ഒറ്റ തവണ സ്വൈപ്പ് ചെയ്യുന്നത്. പക്ഷെ ഈ 10 ലക്ഷം രൂപ വെച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഋഷ വീഡിയോ എടുക്കുന്നില്ല, ഞാനേ എടുക്കുന്നുള്ളൂ. ഋഷിയുടെ വീഡിയോ എടുക്കും, കുറെ നേരമായി ഋഷിയുടെ വീഡിയോ എടുക്കുന്നില്ല. എടുക്കട്ടെ ഋഷിയുടെ വീഡിയോ, എന്റെ വീഡിയോ എടുത്താൽ മതി. പിന്നല്ല ആജ്ഞാപിക്കുവാ സാറങ്ങോട്ട്. പിന്നെ നീയാണോ തീരുമാനിക്കുന്നത്? ഇടിക്കും ഞാൻ. ഇതാണ് നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത്. അതായത് സമുദ്ര സീ വേൾഡ് അഞ്ചോൾ പ്ലസ് ജക്കാർത്ത ബേർട്ട്ലാൻഡ് എന്ന് പറയുമ്പം ഫോറിനേഴ്സിന് 2,64,000 ഇന്തോനേഷ്യൻ രൂപ. അതാണ് അവിടുത്തെ റേറ്റ്. പിന്നെ താഴെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? ഓസ്ട്രിച്ച് റൂസ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ടിക്കറ്റ് എടുക്കട്ടെ. സമുദ്ര പ്ലസ് സീ വേൾഡ് ആൻഡ് ജക്കാർത്ത ബേർഡ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു. എല്ലാം കൂടെ 7.5 ലക്ഷം രൂപ. 7.5 ലക്ഷം രൂപ എടുത്ത് വീസി നമ്മൾ ടിക്കറ്റ് എടുത്തു ഗൈസ്. അതായത് പെർ ഹെഡ് 1,500 രൂപ. അതാണ് സംഭവം. അപ്പോൾ നമ്മൾ ആ ഒരു സമുദ്ര എന്ന് പറയുന്ന അതിനകത്താണ് നമ്മൾ ആദ്യം കയറാൻ പോകുന്നത്. ഇത് ശരിക്കും ഇതെന്താ പരിപാടി? ഇത് പാർക്കാണ്. ഇതിനകത്ത് ഡോൾഫിൻ ഷോ ഉണ്ട്, വേറെ എന്തൊക്കെയോ ഷോ ഉണ്ട്, സീ ലൈൻ ഷോ, അതൊക്കെ നമുക്ക് പോയി നോക്കാം. ഇതാണ് സമുദ്ര. കൊള്ളാല്ലേ, അടിപൊളിയാണല്ലോ. ആ മുമ്പിലത്തെ ആ ഒരു വലിയ ഗേറ്റ് ഒക്കെ നോക്ക്, അടിപൊളി. തടിയും കൊണ്ടുണ്ടാക്കിയ വലിയ ഗേറ്റ്. ഇറ്റ്സ് എ മാസീവ് പ്ലേസ്. അടിപൊളി. ഇവിടെ ആനിമൽ ഫീഡിങ് പരിപാടികളൊക്കെയാണ്. അതിനൊക്കെ ഒരു ടൈം ഉണ്ട് കേട്ടോ. ഫീഡിങ് ഡോൾഫിൻ ഫീഡിങ് പെൻഗ്വിൻ, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പൊക്കോ. ഇവിടെ കയ്യിൽ എന്തൊക്കെയോ ഒട്ടിച്ച് വരുന്നുണ്ട്. കയ്യിൽ അടിക്കണം. ഇല്ല കേറ്റൂല നിന്റെ. താങ്ക് യു. എന്തൊരു സാധനമാണ് അത്. അങ്ങനെ സമുദ്ര അഞ്ചോളിനകത്ത് നമ്മൾ കയറി വന്നു. ഇവിടെ നമ്മളാണെന്ന് തോന്നുന്നു ആകെയുള്ള ഫോറിനേഴ്സ് കേട്ടോ. വേറെ ആരും നമ്മൾ ഇതുവരെ കണ്ടില്ല. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും വെറൈറ്റി അല്ലേ, വേറൊരു രാജ്യത്ത് പോയിട്ട് നമുക്ക് കയ്യെ പിടിക്കാനോ? നീ എന്തിനാ എന്റെ കയ്യെ പിടിക്കുന്ന? പിടിക്ക്. ഇവിടെ കറങ്ങുന്നൊരു സാധനമുണ്ട്. നമുക്ക് തൽക്കാലം ആദ്യം ഇതിനകത്ത് കയറാം. ഇവിടെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതിനകത്തൊക്കെ ഇഷ്ടംപോലെ ഷോപ്സ് ഉണ്ട്. ഇതൊന്നും വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ല. ഡിസ്നി വേൾഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര കത്തിയല്ലേ. പക്ഷെ ഇതങ്ങനെ അത്ര വലിയ എക്സ്പെൻസീവ് പരിപാടികളൊന്നും അല്ല അല്ലേ. എല്ലാം ബെയറാണോ അത്? ബെയറാണോ അത്? ആര് പറഞ്ഞേ?
അതെന്തോ ഈ വേറെ സാറിന് ഇങ്ങനെയാണോ അല്ലല്ലോ വേറെന്തോ ഷേപ്പില്ലേ ആണോ? ഞങ്ങൾ അങ്ങനെ ഒരു ഫസ്റ്റ് റൈഡിൽ കയറാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ആദ്യം കയറാൻ പോകുന്നത്. ഓ വാ, ഇതിങ്ങനെ പറക്കും. ഹോട്ട് എയർ ബലൂൺ ആണ് കണ്ടോ, ഹോട്ട് എയർ ബലൂൺ. ആർ യു റെഡി ടു ഫ്ലൈ? ആളുടെ കണ്ണിൽ നിന്നൊക്കെ ഇപ്പോഴേ വെള്ളം വരുന്നുണ്ട്. അങ്ങനെ ഇറ്റ്സ് അവർ ടേൺ, ഇറ്റ് ഈസ് അവർ ടേൺ. ആ ഇത് തന്നെ കയറിക്കോ, കയറിക്കോ. നീ ഇവിടെ ഇരിക്കേ, ഞാൻ ഇവിടെ ഇരിക്കാം. വിമാനത്തിലെ പോലത്തെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഉണ്ട്. വീഴത്തൊന്നുമില്ല. ഇത് വാ തുറന്നാ ഇത് തന്നെയാണല്ലോ പറയുന്നത്. ഋഷി വീഴും, അത് അങ്ങനെ ഇങ്ങനെ. നെക്ക് എടുപ്പിക്കാതെ പയ്യെ പോകത്തില്ല, സ്പീഡിലേ പോവുള്ളൂ കേട്ടോ. റെഡി? ബെൽറ്റ് ഇടും മാഡം. ഭാഷ ഭയങ്കര പക്ഷെ ഒരു കാര്യമുണ്ട്, അത്യാവശ്യം പല സ്ഥലങ്ങളിലും മിക്ക ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയാം, വേണ്ട സ്ഥലങ്ങളിലൊക്കെ. പിന്നെ എല്ലായിടത്തും ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. സ്റ്റാർട്ട് ചെയ്തല്ലോ, ഇപ്പൊ പറക്കുമല്ലോ. ഇപ്പൊ പറക്കേ പൊങ്ങി. ഇപ്പൊ പേടിയുണ്ടോ? ഉണ്ടോ? എന്തിനാ പേടിക്കുന്നത്? അയ്യോ താന്നു പോകുന്നുണ്ട്. അയ്യോ നിനക്ക് പേടിയൊന്നുമില്ലേ? ഞാൻ മിണ്ടാതിരിക്കുവാ. നല്ല ഇപ്പൊ കണ്ടോ, ഇപ്പൊ അവൻ എൻജോയ് ചെയ്യുന്നേ. ഇത്ര നേരം അവന് പേടിയായിരുന്നു. ഇപ്പൊ അവനൊരു പ്രശ്നമില്ല. നീ എന്തിനാണ് ചുമക്കുന്നത്? ഞാൻ ചുമച്ചോണ്ട് അവരും ചുമച്ച. ഒരാളെ കണ്ണു അടച്ചിരിക്കുന്നു. കണ്ണുറക്കാൻ ചേർന്ന് എങ്ങനെ ഉണ്ടായിരുന്നേ? ക്യാമറ താഴെ ഇടല്ലേ. കഴിഞ്ഞ അത്രേ ഉള്ളൂ. കോളിംഗ് ബെല്ല്. ശ്വേതയുടെ ചിരിയൊക്കെ കോളിംഗ് ബെല്ല് പോലെയല്ലേ ഗൈസ്? നിങ്ങൾ പറയൂ. താഴെയല്ലേ നോക്കേണ്ടത്? താഴെയല്ലേ നോക്കേണ്ടത്? പേടി എന്ന് പറഞ്ഞാൽ നിലവിളിച്ച് ഇറക്കാനാണ്. ഇപ്പൊ എന്തെങ്കിലും പേടി ഉണ്ടോന്ന് ചോദിക്കാൻ അതിന്. ഇത്രേ ഉള്ളൂ. ഇതൊക്കെയാണ് ഫൺ. അടിപൊളിയായിരുന്നു. ഹൗ വാസ് ഇറ്റ്? ഇഷ്ടപ്പെട്ടാ? എന്നാ പറ. ഇവിടെ എന്തോ ഷോ ഉണ്ടായിരുന്നു ചേർന്ന്. ഇപ്പൊ നമ്മളത് മിസ് ചെയ്തു. അതാണ് ഇത്ര ആൾക്കാർ ഇപ്പൊ ഇറങ്ങി വരുന്നത്. ഇവിടെ എന്തോ ഫീഡിങ്ങോ അങ്ങനെ എന്തോ സീ ലയണിന്റെ ഷോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആൾക്കാർ ഇറങ്ങി വരുവോ, എന്ത് തിരക്കല്ലേ. പെൻഗ്വിൻ കിങ്ഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തോ ഒരു സ്ഥലമൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ? ഇത് ശരിക്കും ഒരു ഇന്തോനേഷ്യൻ ആർക്കിടെക്ചറിലാണ് ഈ ഒരു നിർമ്മാണം. ഇതൊക്കെ വേണമെങ്കിൽ ഈ ഒരു ദേവതകളുടെ ഒരു സംഭവം, ഇതൊക്കെ ഒരു ബാലി സ്റ്റൈൽ അല്ലെങ്കിൽ ഒരു മിക്സഡ് ജാവനീസ് സ്റ്റൈൽ എന്നൊക്കെ പറയുന്നുള്ള ആ ഒരു ഇന്തോനേഷ്യൻ ആർക്കിടെക്ചറിൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇത് കാണുമ്പോൾ കല്ലൊക്കെ ആയിട്ട് തോന്നത്തില്ലേ? പക്ഷെ ഒന്നും കല്ലല്ല, ഇതൊക്കെ സിമെന്റ് വെച്ച് നിർമ്മിച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെയാണ്. ഇതാണ് പെൻഗ്വിൻ കിങ്ഡം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് സംഭവം. ഇതിനകത്ത് മെർമെയ്ഡ്സ് ഷോ എന്നും പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും ഒരു ഷോ ഒക്കെ ഉണ്ട്. ഷോ കാണേണ്ടവർക്കൊക്കെ ഷോ കാണാം. ഓ വാവ്, ഇത് കൊള്ളാലോ. പെൻഗ്വിൻസ് ഇത് നീന്തുന്നു. ഞാൻ ഈ പെൻഗ്വിൻസ് കരയെ കിടക്കുന്നതേ കണ്ടിട്ടുള്ളൂ ശ്വേത. ഓ, ഞാൻ ഇങ്ങനെ താറാവിനെ പോലെ നീന്തുന്ന കണ്ടിട്ടില്ല. പെൻഗ്വിൻ തന്നെയാണോ ഇത്? സത്യം പറഞ്ഞുണ്ടല്ലോ, നമുക്ക് വേറെ എവിടെയെങ്കിലും പെൻഗ്വിൻസ് ഇങ്ങനെ നീന്തുന്ന കാണാൻ പറ്റുമോ? ഇല്ലല്ലോ. ഞാൻ പെൻഗ്വിൻ ഇങ്ങനെ കരയിലൂടെ ഇങ്ങനെ നടക്കുന്നേ കണ്ടിട്ടുള്ളൂ. അയ്യോടാ, പിള്ളേർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന സ്ഥലങ്ങളാട്ടോ ഇതൊക്കെ. അടിപൊളി. ഇതൊക്കെ ഒരാളവിടെ തകർക്കുക. അത് നല്ല രസമുണ്ടല്ലോ അത് നീന്തുന്ന കാണാൻ. അത് അടി കൂടെ കാണാൻ അതിന്റെ ഭംഗി നോക്ക്. അവിടെ അകത്ത് പെൻഗ്വിൻസ് നടക്കുന്നുണ്ട്. കണ്ടോ? പെൻഗ്വിൻ നടക്കുന്ന കണ്ടോ മേളില്? കണ്ടോ? ഓ മഡഗാസ്കറോ? ഇല്ല എന്തൊരു 3 പെൻഗ്വിൻസ് ഉണ്ട്. ഇതിനെ കാണുമ്പോ അതിനെ ഓർമ്മ വരുന്നു. അതിന്റെ അടുത്ത് പോകാൻ പറ്റില്ല. നോ ഇതിങ്ങനെ ഇവിടെ ഫുള്ള് കിടന്ന് കളിച്ചിട്ട് ഇതിങ്ങനെ വെള്ളമൊക്കെ തെറച്ചിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇത് ആക്ച്വലി 2 ലെയർ ഗ്ലാസ് ആട്ടോ. അതായത് ഇവിടെ ഒരു ലെയർ ഉണ്ട്, പുറത്ത് വേറെ ലെയർ ഉണ്ട്. ഈ പെൻഗ്വിൻസ് എവിടെയൊക്കെയാണ് കാണുക, ഏതൊക്കെ ടൈപ്പ് ഓഫ് പെൻഗ്വിൻസ് ആണ് ഉണ്ടാകുക എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മെജോറിറ്റി അന്റാർട്ടിക്കലാണല്ലോ, നമുക്കറിയാമല്ലോ. അന്റാർട്ടിക്ക, പിന്നെ ന്യൂസിലൻഡിൽ പല ഭാഗങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട്. ശ്വേത, ഞാൻ പണ്ട് മിൽഫോർഡ് സൗണ്ട് എന്ന് പറഞ്ഞ ന്യൂസിലൻഡിലെ ഒരു സ്ഥലത്ത് പോയപ്പോൾ പെൻഗ്വിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? ആ വീഡിയോ കണ്ടിട്ടുണ്ടോ? എവിടെ? നമുക്ക് ഊട്ടേഴ്സിനെ കാണാം. ഊട്ടേഴ്സ്, ഇതാണ് ഊട്ടേഴ്സ് എന്ന് പറയുന്ന സാധനം. കണ്ടില്ലേ? അയ്യോ, എന്തോരം ഫിഷാന്ന് നോക്കിയ ഇതിനകത്ത്. അതിന്റെ മേളിലോ അപ്പൊ എടുത്ത് കാണിച്ചു തരാം. എന്തോരം ഫിഷാണ് ഇതിനകത്ത്. എന്തോരം ഫിഷാ ഋഷി.
ഉയ്യോ And it's all up. അതെന്താ മുകളിൽ മേളൊക്കെ ഫിഷാണ്. അത് മൊത്തം മീനാണില്ലേ, എന്തോരം മീനാ നടക്കുന്നത് ഇതിനകത്ത്. എല്ലാം മേളിലാണ് ഇങ്ങനെ പോയിരിക്കുന്നത് കണ്ടോ. എനിക്ക് നമ്മുടെ വല്ല ഫീഡിങ് എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാവും കണ്ടില്ലേ. അതിനകത്ത് മൊത്തം അവിടെ മൊത്തം ഇത് വലിയൊരു അക്വേറിയം ആണ്, അതിനകത്ത് നിറച്ച് ഫിഷാണ് കണ്ടോ. ഇവിടെ എല്ലാം ഇഷ്ടം പോലെ ഫുഡ് കോർട്ടുകളുണ്ട് കേട്ടോ, ചെറുതും വലുതുമായിട്ടുള്ള ഫുഡ് കോർട്ടുകളുണ്ട്. പിന്നെ അവിടെ ഒരു മോസ്ക് ഉണ്ട്, മോസ്ക് അല്ല ഒരു പ്രയർ ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു 5D തിയേറ്റർ എന്ന് പറഞ്ഞ എന്തോ ഒരു സെറ്റപ്പ് കാണാം. ഇത് നമ്മൾ ആ ഒരു ഈജിപ്തിലെ പിരമിഡ്സിന്റെ ഷേപ്പിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. അത് കണ്ടോ, ശരിക്കും പിരമിഡ് ഷേപ്പാണ് കണ്ടോ. ആ ഒരു ഷേപ്പിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഐ തിങ്ക് വി മേ ഹാവ് ടു സ്റ്റാൻഡ് ഹിയർ ഫോർ ദ ക്യൂ. ഹോൺബില്ല് ഉണ്ടോ, ഹോൺബിൽ, അവിടെ ഒരു ഹോൺബിൽ ഇരിക്കുന്നത്. അത് പറന്നു പോകത്തില്ലേ ശ്വേത? അതെനിക്ക് ഒന്ന് അതിനെ മറ്റേ ചെറിയ എന്തെങ്കിലും വെട്ടിട്ടുണ്ടാവും. ഇത് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്ടല്ലേ, ഓപ്പൺ ആയിട്ട്. അതിനോട് ഫോട്ടോ എടുക്കുന്ന സെറ്റപ്പാണ്. അതിനെ പിടിച്ച് ഫോട്ടോ എടുക്കാം, അതാ പരിപാടി. നമ്മളിപ്പോൾ 5D തിയേറ്ററിൽ കയറാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് അത് കണ്ടു, ലയന്റെ മേളിൽ കയറി പോകുന്നൊരു കൊച്ച്. അതൊരു വണ്ടിയാണ് ഇവിടത്തെ, കണ്ടില്ലേ? അത് കൊള്ളാമല്ലേ പരിപാടി? കയറാം, നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കയറാമേ. ഇവിടെയാണ് ഒരു ചെറുക്കനാണ് കിടന്ന് ബഹളവാ. അവനാണെങ്കിൽ അവന്റെ അമ്മയുടെ മുഖം മൊത്തം ഇടിച്ച് പറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതെ, അങ്ങനെ ഒരു 10-15 മിനിറ്റ് ക്യൂ നിന്നു. നമ്മളിപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് കയറുകയാണ്. ഇത്രയും ജനങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഇത്രയും പോപ്പുലേറ്റഡ് ആണെന്നുണ്ടെങ്കിലും നമ്മളെ കാട്ടി സിവിക് സെൻസ് ഉണ്ട് കേട്ടോ ഇവർക്ക് പല കാര്യത്തിലും. അറ്റ്ലീസ്റ്റ് ക്യൂ നിൽക്കുമ്പോഴൊക്കെ പോലും എത്ര വൃത്തിയോടെയാണ് ആൾക്കാർ ക്യൂ നിൽക്കുന്നതെന്നറിയാം. പിന്നെ സോറി, ഞാനിപ്പോൾ കൃഷിയാണെന്ന് കരുതി വേറൊരു കൊച്ചിനെ കയറി പിടിച്ചാൽ ഇപ്പം ഞാൻ. ഇതൊരു വലിയ ഹാള്, 200 പേർക്ക് ഇരിക്കുക ഇതിനകത്ത് കണ്ടോ. 5D ഷോ ആണ്. മേളിലോട്ട് പോകാം ചേട്ടാ, ഇവിടെ കയറിക്കോ, ഫ്രണ്ട് ഇരുന്നോ, ഇവിടെ ഇരിക്കുന്നോ. ഇത് ഭയങ്കര വലിയ ഡിസ്പ്ലേ ആട്ടോ. ഇതുകൊണ്ടല്ലേ മേളിലൊരു മരമൊക്കെ ഉണ്ട്. ഭയങ്കര വലിയ ഹോള്, ഭയങ്കര വലിയ ഡിസ്പ്ലേ. അതായത് നമ്മൾ സാധാരണ തിയേറ്ററിൽ പോകത്തില്ലേ, അതിന്റെ ഒരു 2 ഇരട്ടി ഹൈറ്റ് ഉണ്ട് ഇതിന്. യോ പറ. എന്തൊക്കെയോ പറയുന്നുണ്ട് ഗൈസ്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഓ, ആംഗ്രി ബേർഡ്സ് ആണോ? ആംഗ്രി ബേർഡ്സ്. അയ്യോ, സ്പേസിലാണോ അത്? സ്പേസ് ഷിപ്പ് ആണെന്ന് തോന്നുന്നു കേട്ടാ. കഴിഞ്ഞല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? അപ്പൊ ഞങ്ങൾ ഇനി ഈ വണ്ടിയിൽ കയറാൻ വേണ്ടി പോവാണ്. അവര് ഇതിക്ക് വെയിറ്റ്, അവര് വന്നിട്ട് പൈസ വന്നിട്ട് കയറാട്ടോ. ലയൺ മതിയോ? ഇത് ലയൺ ആണോ ഇത്? എന്റെ അമ്മ, ഇത് തന്നെ ഓടുന്നാണോ ഡി? ദൈവം, എനിക്കറിയത്തില്ല ഇതെങ്ങനെ പരിപാടി. ദേ പോകുന്നു ഋഷി. അയ്യോ, എന്റെ ഋഷിക്കുട്ടനെ സിംഹം കൊണ്ടുപോയേ. എടാ, ഇത് സിംഹം തന്നെ ആണോ ഇത്? പക്ഷെ ഇതിന്റെ ഫേസ് കണ്ടിട്ട് വേറെ എന്തൊക്കെയോ പോലെ ഉണ്ടല്ലോ. സിംഹമാണോ? ലയണാണോ? തിരിച്ചൊക്കെ പോവാ, എങ്ങോട്ടെങ്കിലൊക്കെ തിരിച്ചൊക്കെ പോ. അതെനിക്കറിയത്തില്ല. പാട്ടൊക്കെ ഉണ്ടല്ലോ. ഇത് 5 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ആവുമോ, നമ്മൾ തിരിച്ചുകൊണ്ട് കൊടുക്കണോ? എനിക്കറിയത്തില്ല എങ്ങനെ പരിപാടി. ബാബാ, ഇങ്ങോട്ട് വാ. ഫേസ് പെയിന്റിംഗ് എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ. ഫേസ് പെയിന്റിംഗ്, ടെമ്പററി ടാറ്റു, ദേ പോണ്. എടാ, ഇവിടെ ആക്സിലേറ്റർ ഉണ്ട്, ഇതിൽ പ്രസ് ചെയ്യണം എന്നാലേ വണ്ടി പോകുള്ളൂ കേട്ടാ. അപ്പൊ ഇത്ര നേരം എങ്ങനെയാ പോയത്? ഇതിനകത്തൊക്കെ ആൾക്കാർ കയറിയെന്ന് ഫോട്ടോ എടുക്കുന്ന സ്ഥലങ്ങളാണ്. ഇത് കണ്ടില്ലേ? ഇതിനകത്തൊക്കെ കയറി ഫോട്ടോ എടുക്കാം. ബാബാ, സിംഹത്തിന്റെ കാറ്റ് തീർന്നു, തിരിച്ചുകൊണ്ട് കൊടുക്കണം. ബാ, അതിന്റെ ചാർജ് തീർന്നു, തിരിച്ചുകൊണ്ട് കൊടുക്കാം. ഇവിടെ തിരിച്ചുകൊണ്ട് പാർക്ക് ചെയ്യാം കേട്ടോ. ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് വന്നിരുന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. മീ ഗൊരങ്ങും നാസി ഗൊരങ്ങും പറഞ്ഞു. അതായത് ഇന്തോനേഷ്യ വന്നു കഴിഞ്ഞാൽ മീ ഗൊരങ് എന്ന് പറഞ്ഞാൽ നൂഡിൽസ്, നാസി ഗൊരങ് എന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസ്. പക്ഷെ ആ ഫ്രൈഡ് റൈസിനകത്ത് അവർ ഷ്രിമ്പ് പേസ്റ്റ് ഇടും, ഒരു സാധനം ഇടും. അതുകൊണ്ട് അത് യൂഷ്വലി നിങ്ങൾ വെജിറ്റേറിയൻ പറഞ്ഞാലും ചിലപ്പോൾ വെജിറ്റേറിയൻ ആയിരിക്കില്ല അല്ലേ. അത് ഷ്രിമ്പ് പേസ്റ്റ് അവരിടും, അതിൻ്റെ ഒരു ചെറിയ ഫ്ലേവർ ഉണ്ടാവും എന്നുള്ളതേ ഉള്ളൂ. രണ്ടുപേരും വേർത്ത് കൊളിച്ച് ചേതയുടെ മേക്കപ്പ് ഒക്കെ ഇളകിപ്പോയി. അപ്പൊ ഇതാണ് ഋഷിയുടെ ഫുഡ്. മിക്കവാറും ഇന്തോനേഷ്യ വിടുന്നവരെ നമ്മൾ 3 നേരം കഴിക്കുന്ന ഇതായിരിക്കും. ഇത് ഇവിടെ വന്നിട്ട് ഫുൾ ടൈം മീ ഗോരങ്ങ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ് കുറേ ഉണ്ടായിരുന്നു. എന്തൊക്കെ ഉണ്ടായിരുന്നു? സുഷി വരെ ഉണ്ടായിരുന്നു അവിടെ. ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഭയങ്കര വലിയ സ്പ്രെഡായിരുന്നു ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു. യു ലൈക്ക് ഇറ്റ്? ഇഷ്ടപ്പെട്ടാ? ഇതാണ് എൻ്റെ ഫുഡ്. ഇത് നാസി ഗോരങ്. ഇതിൻ്റെ മേളിലിടുന്ന സാധനം എനിക്ക് ഇഷ്ടമല്ല, പക്ഷെ ബാക്കിയുള്ളത് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമ്മുടെ നാവിന് ആ ഫ്ലേവർ പിടിക്കാത്തതുകൊണ്ടാണ്. അത് 1-2 തവണ കഴിച്ച് കഴിയുമ്പം നിവൃത്തിയില്ലാത്തതുകൊണ്ട് പിന്നെ കഴിച്ച് ശീലിച്ചോളും. ദിസ് ഈസ് ഓക്കെ, ഇറ്റ്സ് ഗുഡ്.
ഞങ്ങൾ ഫുഡ് കഴിച്ചതെല്ലാം കൂടെ 400 രൂപയുള്ളൂ. ഞങ്ങൾ 3 പേര് ഫുഡ് കഴിച്ചത്. ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും ഇവിടെ മെർമെയ്ഡ് ഷോ നടക്കുന്ന സ്ഥലം, നമ്മൾ നേരത്തെ വന്ന സ്ഥലത്ത് ആൾക്കാർ കണ്ടോ? എന്തോരോ ആൾക്കാരത് നോക്കി. അപ്പോൾ ഇവിടെ മെർമെയ്ഡ്സ് വരുന്ന മെർമെയ്ഡ് ഷോ ആയിരിക്കും ഇവിടെ. അത് കണ്ടോ? മെർമെയ്ഡ് അത് കണ്ടോ? മെർമെയ്ഡ്സ്, അതായത് മത്സ്യകന്യക എന്നൊക്കെ പറയുന്ന പോലെ മത്സ്യകന്യകയുടെ ഷോ ആണത്. എത്ര മൊബൈൽ ഫോണാണ് ഇരിക്കുന്നതെന്ന് നോക്കി. ഇങ്ങനെ കണ്ടോ? എല്ലാവരും ഫോണിൽ റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക, ഞാൻ ഉൾപ്പെടെ. സ്കൂബ ഡൈവിംഗ് ഉണ്ട് കണ്ടോ? നോക്കിക്കേ, എവിടെ ഇരുന്നാ കാണുന്നത് നോക്കി. ആ അതെ അതെ. ഞങ്ങൾ പെൻഗിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ പോവാണേ. ഒയ്യോ ദേ പെൻഗിൻ. ആ ഓക്കെ ഓക്കെ, കൈ കഴുകണം അല്ലേ? ഋഷി കം കം, വാഷ് യുവർ ഹാൻഡ്സ്, കം കം കം. നല്ലപോലെ കൈ കഴുകിക്കേ. ശരിക്കും ഒരു ഫിഷ് മാർക്കറ്റിൽ കയറിയ മണം അല്ലേ? അടിപൊളി. ഇത് പൊളിച്ച് ഉണ്ടോ പെൻഗിൻ? ഇവിടെ നിൽക്കി, ഇവിടെ നിൽക്കി, ഇവിടെ നിൽക്കി. ഇത് പൊളിച്ച് ഒരേ, ഇത് കൊള്ളാം, ഇത് തകർത്ത്. ക്യാമറ നോക്ക് ഋഷി. അത് കൊള്ളാം, അത് കൊള്ളാം. ഇത് ഫീഡ് ചെയ്യണേ ഋഷി, എന്നെ ഫീഡ് ചെയ്യണേ. ഓ വാവ്, കൊടുക്ക് കൊടുക്ക് കൊടുക്ക്. അയ്യോ, അത് തന്നെ എടുത്തോണ്ട് പൊക്കോളും. ഓക്കെ. ഓ എടാ, എന്നെ കടിക്കരുത്. ഇവര് ഭയങ്കര ആക്രാന്തം കേട്ടോ. തൊട തൊട. എന്നാ ആരാ കൊടുക്കുന്നത്? ശ്വേതയാണോ ഋഷിയാണോ? ഋഷി കൊടുക്കേ. ഓ വാവ്, കൊടുക്കടാ. അവര് പേടിയാടി, അത് കടിയോ കടിക്കോ. അമ്മമാര് തമ്മിൽ അടിയാ അവിടെ. Who needs this? ഓ എന്നാ കൊടുക്ക ചെയ്താ, നീ കൊടുത്തോ. ഓ that's so nice, no? It's cute. ഇവിടെ വാ, നീ ഇവിടെ വാ, ഇവിടെ വാ, ഇവിടെ വാ. ഭയങ്കര രസം കേട്ടോ. വാ 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 വാ. കം കം, ലെറ്റ്സ് ഗോ, കം. താങ്ക് യു സോ മച്ച്, താങ്ക് യു, താങ്ക് യു. ഓ ആ ബെസ്റ്റ്. ഒരു പെൻഗിന്റെ വീട്ടിൽ കൊണ്ടുപോകണമെന്ന്. കൈ കഴുകുക, കൈ കഴുകുക, കൈ കഴുകുക. ശരിക്കും ഞാൻ ആദ്യമായിട്ട് പക്ഷേ ഇതിനെ അടുത്ത് കാണുന്നേ, ഞാൻ തൊടുന്നത്. ശരിക്കും മീൻ, ഈ മീനിന്റെ മണം ഈ പെൻഗിന്റെ മണമാണോ? ഇതിന് മീനാ കൊടുക്കുന്നത്, അതുകൊണ്ടാണ് ഈ മീനിന്റെ മണം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ബൈ ബൈ പെൻഗിൻ. ഇറങ്ങ്, നോക്കി ഇറങ്ങേ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമ്മൾ ഇതിനു വേണ്ടി കൊടുത്തത് എത്ര? 2.5 ലക്ഷം രൂപ അല്ലേ? അതായത് 1500 രൂപ. നമ്മുടെ 1500 രൂപ ഗൈസ്. ട്രൈപോഡ് അപ്പാടയിലുണ്ട്. എന്റെ മോൻ എത്ര കെയറിംഗ് ആണെന്നറിയാവോ? അപ്പൊ ട്രൈപോഡ് എടുത്തോ, അമ്മ ബാഗ് എടുത്തോ. ക്യൂട്ട് പെൻഗിനാ അല്ലേ? ബാ, ഇനി നമുക്ക് ഫോട്ടോ എടുക്കാം. ബാ, കിടില ഫോട്ടോസ് അല്ലേ എല്ലാം. വെയിറ്റ് വെയിറ്റ് വെയിറ്റ്, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഋഷി പെൻഗിനെ നോക്കിയിരിക്കുക. ചേട്ടാ, നമ്മൾ എടുത്ത ഫോട്ടോസ് ഒക്കെ ഇവര് ഉണ്ടോ? അത് ഭയങ്കര ലാഭമായി. ഇതിപ്പം വേറെ എവിടെങ്കിലും ആണെങ്കിലും എത്ര രൂപ എന്നറിയാം. തായ്ലൻഡ് ഒക്കെ ആണെങ്കിൽ ഇതുണ്ടോ? എനിക്ക് പെൻഗിനെ വീട്ടിൽ കൊണ്ടുപോകണം. ഫിഷ് മോനെ, അത് പൊളിച്ച എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത് ഭയങ്കര ഒരു വർത്ത് എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനകത്ത് തണുപ്പാട്ടോ. അതായത് ശരിക്കും ഒന്നാഴ്ചക്ക് നമ്മൾ ഇതിനു വേണ്ടി കൊടുത്തത് 1500 രൂപ. നമ്മുടെ ഇന്ത്യയിൽ 1500 രൂപ. അതാണ് നമ്മൾ ആകെ ഇതിനു വേണ്ടി കൊടുത്തത്. അതെ, സത്യം. അതായത് ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് വേറെ എവിടെ കിട്ടും? യൂറോപ്പിൽ കിട്ടും ഈ പൈസക്ക്. 1500 രൂപ ഇതുപോലെ പെൻഗിനെ മീറ്റ് ചെയ്ത്. ഈ ഒരു ഫോട്ടോ അല്ലാതെ they are given us all the photos which is taken as a soft copy. അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. Yes. മനസ്സിലായില്ലേ? അതാണ് സംഭവം. അതായത് നമുക്ക് കുഞ്ഞു പിള്ളേരായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ട്രാവൽ ചെയ്യാൻ ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റിയത്, അഫോർഡബിൾ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഏഷ്യൻ കൺട്രീസ് ആണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പല രാജ്യങ്ങളിലും പുതിയ പുതിയ സ്ഥലങ്ങൾ തേടി എക്സ്പ്ലോർ ചെയ്ത് പോകുന്നത്. ഋഷിയുടെ വീഡിയോ എടുക്കാം. അക്വേറിയം പോവാം. എന്നിട്ട് പറയാം അവസാനം നമുക്കൊരു പെൻഗിനെ വീട്ടിൽ കൊണ്ടുപോകാം. ആശ വിചാരിച്ചത് പെറ്റാണെന്ന് വിചാരിച്ചെന്ന് തോന്നുന്നു. കഷ്ടമുണ്ട്. ഇത് തായ്ലൻഡിലാണെങ്കിൽ പോലും നമുക്ക് ഈ പൈസക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്ന വരില്ല. അവന്മാർ ബാത്ത് റേറ്റ് കൂട്ടി 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 കൊണ്ടുവന്ന് ഭയങ്കര എക്സ്പെൻസീവ് ആക്കി വെച്ചിരിക്കുകയാണ്.
സോ ഇറ്റ്സ് നൈസ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ സാധനത്തിനെ തൊടുന്നത്, അല്ല അടുത്ത് കാണുന്നത്, ഇത്രയും അടുത്ത് കാണുന്നത്. നമ്മളിപ്പോൾ ബേർഡ് ലാൻഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഏവിയറി ഉണ്ട്, അതിനകത്ത് നമുക്ക് കയറാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഷോ ഉണ്ട്, ശ്വേത. ഇവിടെ ബേർഡ് ലാൻഡ് ഷോ ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഈഗിൾസ്. ഓ എൻ്റെ പൊന്നു, അടുത്ത് പോരുത്, അത് കൊത്തു കേട്ടോ. ഇത് ഈഗിളാണ്, പരുന്ത്. അറിയാവോ പരുന്ത്? നമ്മൾ ഈഗിൾ കണ്ടിട്ടില്ലേ നീ? ഈഗിള് ഹലോ പറയുന്നു ഈഗിളുടെ പോയിട്ട്. നോ നോ നോ, യു കാൻ ടച്ച്. ഐ ഡോണ്ട് തിങ്ക് യു കാൻ ടച്ച്. കണ്ടോ? അവൻ പറഞ്ഞു കേട്ടോടി, ഐ വാണ്ട് ടു ഫീഡ് എന്ന് അവനോട്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്ന് തന്നിരിക്കുന്ന പക്ഷികളാണ്. നമുക്ക് അതിനെ എന്താ പറയാ, ടച്ച് ചെയ്യാൻ പാടില്ല. നമുക്ക് അതിന്റെ കൂടെ പോയെന്ന് ഫോട്ടോ എടുക്കാം. എവിടാ നിൽക്കുന്നത് ഋഷി? എവിടെ? ബേർഡിന്റെ അടുത്താണോ? തുടരുത്. ഇതാരാന്ന് നോക്കിയേ ഗൈസ്, ഇവിടെ നോക്കൂ ഗൈസ്, ഇതാരാണ്? അയ്യോ ഇതാരാ? ഋഷിയാണോ? എന്റെ അമ്മോ, ഇത് എന്തുവാ ഇത്? ഇത് ആരും? ഇത് ഋഷിയാണോ? ഓ മൈ ഗോഡ്, നോക്കിക്കേ. ഞാനും വരാം അപ്പുറത്തൂടെ. ഇതെങ്ങനെ സെറ്റപ്പോ ഇവിടെ ഇങ്ങനെ ഇതുണ്ടാക്കി വെച്ചിരിക്കുക. നമുക്കും കൂടെ തലയിടാം പുറത്തോട്ട്. ഞങ്ങൾക്ക് രണ്ടർക്കും കൂടെ തലയിടാൻ പറ്റുമോ? ഞങ്ങൾക്ക് രണ്ടർക്കും കൂടെ തലയിടാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ സമുദ്രയിൽ കയറി ഇറങ്ങി. പക്ഷേ നമ്മുടെ ടൈമിംഗ് തെറ്റിപ്പോയി. നമ്മൾ സമുദ്രയിൽ കുറേയധികം സമയം നമ്മൾ ചിലവഴിച്ചു. അപ്പോൾ സമുദ്രയിൽ പുറത്തിറങ്ങി വരുമ്പോഴത്തേക്കിനും ഇനി നമ്മുടെ ബേർഡ്സ് പാർക്കും പിന്നെ വേറെ ഇവിടെ സീ വേൾഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഭവമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാം എന്താണ്, എന്തോരം ഫുഡാണെന്നേക്ക്, ഫുഡിൻ്റെ കളികളാണ് മൊത്തം. ഇഷ്ടംപോലെ ഫുഡും പരിപാടികളും അതും ഇതുമൊക്കെ ആയിട്ട് കുറേ സംഭവങ്ങളുണ്ട്. എന്ത് വൈബാന്ന് നോക്കിയ മൊത്തത്തില്. ശരിക്കും ഇതിനൊന്നും അകത്ത് കയറിയില്ലെങ്കിൽ ഇവിടെ എന്റർടൈൻമെന്റിന് കുറെ സംഭവങ്ങളുണ്ട്. ഇത് കണ്ടില്ലേ, റോബോട്ട്, അത് ഇതാണ് സീ വേൾഡ് അഞ്ചോൾ. അതിന് മുമ്പിൽ തന്നെ ബേർഡ് ലാൻഡ് ഉണ്ട്. നമുക്കിനി ബേർഡ് ലാൻഡിൽ കയറാം. ഹായ്. താങ്ക് യു. വാട്ട് ടൈം ദേ ക്ലോസ്? ഓക്കെ. സമയമുണ്ട്, 6 മണിക്ക് അടയ്ക്കുള്ളൂ. അങ്ങനെ നമ്മൾ ആ ഒരു ബേർഡ്സിന്റെ പാരഡൈസിലേക്ക് വന്ന്. എവിടെ ഫ്ലെമിംഗോ? അവിടെ ഫ്ലെമിംഗോ ഉണ്ട് കേട്ടോ. അപ്പോൾ വെൽക്കം ടു ബേർഡ് ലാൻഡ്. ബേർഡ് ലാൻഡിലേക്ക് നമ്മൾ കയറി വന്നു. നടക്ക്. ഫ്ലെമിംഗോ, കിളി, അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത്, കിളി. ഇവിടെ നമുക്ക് മക്കാവിനെ കൈ പിടിച്ച് നിർത്തി ഫോട്ടോ എടുക്കാം. അതൊക്കെ ഫ്രീ ആട്ടോ അതിനകത്ത്. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. മയിലുണ്ട്, ദേ അവിടെ മയിലൊക്കെ ഉണ്ട്. കണ്ടോ? ഇത് കണ്ടോ? ഇത് സുന്ദരനാണോ സുന്ദരിയാണോ? നല്ല ലുക്കാട്ടോ. അതെങ്ങനെ നിനക്ക് മനസ്സിലായി സുന്ദരനാണെന്ന്? ബഹളം ഉണ്ടാക്കരുത് കേട്ടോ. ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. ഞങ്ങളതെല്ലാം ചെയ്തല്ലോ. നീ എന്തിനാ ബഹളം ഉണ്ടാക്കുന്നത്? ഞങ്ങള് ഇന്ത്യക്കാരോട് കളിക്കരുത് കേട്ടോ. നീ അങ്ങ് മെക്സിക്കൻ ആണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്താ ചെയ്യാനാ? വേണ്ട ബാ, ഇവിടെ 2 ഇരിപ്പുണ്ട്. ഓ, ഇത് എനിക്കൊന്ന് കപ്പിൾസ് ആണെന്ന് തോന്നിയിരിക്കുന്നത് കണ്ടില്ല നോക്കി. എന്തോ ഇതിൻ്റെ ഒരു കൊത്ത് കിട്ടിയാൽ ശരിക്കും കൊത്ത് കിട്ടിയതാ കേട്ടോ. അതിൻ്റെ ആ കളറ് കണ്ടില്ലേ, ബ്ലൂ, റെഡ്, ഗ്രീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യെല്ലോ ഉണ്ട്. അങ്ങനെ പല കളറിൽ. എന്ത് രസമല്ലേ കാണാനായിട്ട്. ഇത് കണ്ടോ? അതെന്തോ സാധനം എനിക്കറിയത്തില്ല, എന്താണെന്നോ ആവോ. മഴക്കാർ വെച്ച് വരുന്നുണ്ട്, മഴക്കാർ. ഇത് കണ്ടില്ലേ, ഇതൊരു ടൈപ്പ് ഓഫ് ചേമ്പലയാണ്. ഇത് ശരിക്കും ഒരു ഗാർഡൻ പ്ലാന്റ് ആണ് ബേസിക്കലി. അത് കൊള്ളാമല്ലേ? എന്തൊക്കെയാണെന്ന് ഡക്കുണ്ട്, താറാവുണ്ട്, പിന്നെ എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് മത്സ്യങ്ങളും ഉണ്ട്. ഇത് ശരിക്കും ഒരു എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്തിരിക്കുക കേട്ടോ ഇവരിവിടെ. കുറേ ബേർഡ്സിനെയൊക്കെ വെച്ചിട്ടേ. ആമ വരെ ഉണ്ട്, കണ്ടില്ലേ നോക്കി? ആമ, കുറേ ഫിഷ്. ഇത് കൊള്ളാമല്ലേ? ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് താറാവിനെ പോലത്തെ ഒരു സാധനം. ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ കൂടെ ഒക്കെ നടന്നു പോവാം. എവിടെ? അവിടെ ഉണ്ടല്ലോ മയിലൊക്കെ. നോക്കി, സ്റ്റെപ്പിൻ്റെ മേളിൽ കയറിയിരിക്കുന്നു, വെള്ള കളറിലെ മയിൽ. ഇത് ഭയങ്കര യുണീക്ക് അല്ലേ ശ്വേത? വൈറ്റ് ഞാനങ്ങനെ നമ്മുടെ നാട്ടിൽ എവിടെ അങ്ങനെ വൈറ്റ് കണ്ടിട്ടില്ല. എവിടെയാ? ഇങ്ങനെ മൃഗശാലകളിലല്ലാതെ കണ്ടിട്ടുണ്ടോ? ഇതേ ഇരിക്കുന്നത് നമ്മുടെ നാടൻ മയില്. എന്തിനാ പേടിക്കണേ? എന്നാ ഇറങ്ങിപ്പോക്കോ. പേടിയുണ്ടോ? ഇറങ്ങിപ്പോക്കോ. ഇതിനെയൊക്കെ ശരിക്കും കൂട്ടിലിട്ടിരിക്കുന്ന പോലെ ഇട്ടിരിക്കുകയാണ്. ഈ നെറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ പുറത്തേക്ക് പറന്നു പോവില്ല. അതുകൊണ്ട് വലിയ കൂടാണെന്നേ ഉള്ളൂ. അതുങ്ങൾക്ക് കൂടാന്ന് ഫീൽ ചെയ്യത്തില്ല, പക്ഷേ കൂടാണ് അല്ലേ? ഇവിടെ എല്ലാം ഇഷ്ടം പോലെ ബേർഡ്സ് ഉണ്ട്, കണ്ടില്ലേ? എല്ലാം ഇങ്ങനെ ബേർഡ്സിന്റെ ചെർപ്പിംഗ് സൗണ്ട്സ്, കളകള നാദങ്ങൾ കേട്ടുകൊണ്ട് നമുക്കിങ്ങനെ ഫീൽ ചെയ്ത് നടക്കാം. കൊള്ളാട്ടോ സംഭവം. താഴെയും കുറേ ബേർഡ്സ് ഉണ്ട്, മുകളിലും കുറേ ബേർഡ്സ് ഉണ്ട്. മുകളിൽ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കിനും ഈ മരത്തിൻ്റെ മേളിലൊക്കെ ഇരിക്കുന്നതിനെ കാണാൻ വേണ്ടിയാണ് ഈ മുകളിൽ കൂടെ നടക്കുന്നത്. താഴെ കുറേ ബേർഡ്സ് ഉണ്ടാവും, പിന്നെ വെള്ളത്തിലുണ്ടാവും. കൊണ്ടിലാണോ അത്? ഇതിനകത്ത് തന്നെ പൈസ കൊടുത്തും ഫ്രീ ആയിട്ടും ഒക്കെ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന സെറ്റപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് അറിയാം ശ്വേത? അത് അകത്തിരിക്കുന്നത്
അത് പാരറ്റാന്ന് തോന്നുന്നു കേട്ടോ, എന്തോ ഒരു പാരറ്റാണത്. യെസ്, ഈ ഹോൺബിൽസ് പോലെ കൊത്തുകൂടാതെ. ഇതിനിപ്പോ ഒരു പേടിയില്ല. പക്ഷെ ഇതിങ്ങനെ കയ്യിലിരിക്കുമ്പോഴത്തേക്കിനും കയ്യിലിങ്ങനെ പാടാവില്ലേ? ഞാനത് ആലോചിക്കുന്നത്. ഇരിക്കുന്നത് കണ്ടോ നോക്കി. ഋഷിക്ക് അങ്ങനെ തൊടണോ? ബാ തൊട്ട് നോക്കാം. നമുക്ക് ആ ചേച്ചിയെ പറഞ്ഞിട്ട് ആ ചേച്ചി തൊടിക്കാം. Can I touch? Yeah, touch it. ബാ തൊട് ബാ. തൊട്ടാ മതി, ടച്ച് ചെയ്താ മതി. വാ, ടച്ച് ചെയ്തോ. Can I touch? Yeah, touch തൊടേ. അയ്യോ പേടിക്കല്ലേ. ഓ ഇത് കണ്ടോ, നോക്ക്. ഇത് നോക്ക്, ഹോൺബില്ല് നോക്ക്. അയ്യോ എന്താ വല്ലേ. ഇതിന് പഴമൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു ഋഷ. പഴം ഇത് അത് ഹോൺബിൽ അയാളുടെ കൈ ഇരിക്കുന്ന പോലെയാണ് ഈ ബില്ലിന്റെ കൈ ഇരിക്കുന്നത്. കേട്ടില്ലേ? ഇത് കണ്ടാ, ഞാനിവിടെ ഞങ്ങൾ കയ്യിൽ പിടിച്ചു. ഇത് എന്തോ അടി ഇത്. പക്ഷെ ഇവൻ സോഫ്റ്റ് ആയിട്ടാട്ടോ ഇവന്റെ നഖം പിടിച്ചേക്കുന്നേ അല്ലേ? എന്ത് സാധനമല്ലേ. അതൊരു കൊത്തിയതാ. ഋഷി കണ്ടോടാ, നോക്കടാ അപ്പാടെ കയ്യിൽ ആരാന്ന് നോക്കടാ. എടുത്തോ. ക്യാമറ ഒന്നും കൊത്തത്തില്ല, എന്നെ കൊത്താൻ തരുന്നാ മതി. എനിക്കതേ ഉള്ളൊരു പേടി. എന്നെ കൊത്തരുതെന്നേ എനിക്ക് പേടിയുള്ളു. നിനക്ക് പിടിക്കണ ആവശ്യതാ. ഇത് പക്ഷെ ഞാൻ വിചാരിച്ച കൈ വേദനിക്കുന്നു കേട്ടോ. പക്ഷെ കൈ ഒന്നും വേദനിക്കുന്നില്ല കേട്ടോ. 3 പേരുണ്ട്. ഇവളാണ് ഇതിന്റെ മെയിൻ ആള്. ഇപ്പൊ വേണ്ടേ? എടാ വേണ്ടാന്ന് തോന്നണോ? എടാ നിന്നെ അവർക്ക് വേണ്ടാന്ന് തോന്നുന്നു. എന്റെ കയ്യിലിരിക്കുവാ കുറെ നേരമായിട്ട്. അല്ല, ഇവരുടെ മൈൻഡ് എപ്പോഴാണ് മാറുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ. അതാണ് എന്റെ ഒരു പ്രശ്നം. വാച്ചൊന്നും എടുക്കത്തില്ല. അവൻ എന്ത് കെയറിങ് ആണെന്ന് നോക്കിയേ. ഓ താങ്ക് യു. അതിനൊരു 2 കിലോ വെയിറ്റ് ഉണ്ടാവും കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. 2 കിലോ വെയിറ്റ് ഉണ്ടാവും. കൊക്കിനെ പോലത്തെ വേറെ സാധനം കണ്ടോ നോക്കിയേ. ഋഷി അതിന്റെ അടുത്ത് പോരുത്, ഇടി കിട്ടുവേ. ഇടി കിട്ടും കേട്ടോ. കൊക്കിനെ പോലത്തെ ഒരു കുഞ്ഞി കൊക്ക് കണ്ടില്ല നോക്കി. എന്ത് രസമല്ലേ, എന്ത് ക്യൂട്ടല്ലേ കാണാനായിട്ട്. ഓ വാ, അതിന്റെ കാലൊക്കെ നോക്കി എന്ത് തിന്നാണെന്ന് നോക്ക്. ഉശ്ശോടാ ക്യൂട്ട്. എല്ലായിടത്തും എന്ത് ഇതൊക്കെയാണെന്ന് നോക്കി. ഭയങ്കര ഫ്രണ്ട്ലി കേട്ടോ ആൾക്കാർ. ഭയങ്കര ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ആണ്, ഭയങ്കര ഫാമിലി ഫ്രണ്ട്ലി ആണ്. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് പറയുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞോണ്ടല്ലോ, യൂട്യൂബിൽ ഞാൻ കുറേ വീഡിയോസ് തപ്പിയിട്ടുണ്ട്. അതായത് ഫാമിലി ഫ്രണ്ട്ലി ഡെസ്റ്റിനേഷൻസ്, ഫാമിലി ഫ്രണ്ട്ലി തിങ്സ്. അതായത് നമ്മൾ ഓരോ നാട്ടിൽ പോകുമ്പോൾ ഫാമിലി ഫ്രണ്ട്ലി ആയിട്ട് എന്തൊക്കെ കാണണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അങ്ങനത്തെ വീഡിയോസ് ഒന്നും ആരും ചെയ്യുന്നത് കണ്ടിട്ടില്ല. സോ അതാണ് ഞങ്ങളുടെ ഉദ്ദേശം ഇത്തവണത്തെ. ഈ മാസം കംപ്ലീറ്റ് ഇനി ഫാമിലി ഫ്രണ്ട്ലി വീഡിയോസ് ആയിരിക്കും. കൊക്കാട്ടൂനെ കിട്ടി അങ്ങനെ ശ്വേതയുടെ തവളത്ത്. ദേടാ അമ്മ കൊക്കാട്ടൂനെ എടുത്തടാ. അവള് ഡാൻസ് കളിക്കും കേട്ടോ. നിന്റെ തലയിലെടുത്ത് ഡാൻസ് കളിച്ചിട്ടിരിക്കുകയാണ്. ടച്ച് ചെയ്യോടാ പാടാ. ടച്ച് ചെയ്താ സോഫ്റ്റ് ആണോ? അങ്ങനെ ഇവിടത്തെ ഓർമ്മയ്ക്കായിട്ട് ഋഷിക്ക് ടീഷർട്ട്. ഇതെന്താണ്? ഇത് ബേർഡ്സ് അല്ലേ? ഇത് ബേർഡ്സ് അല്ല, ബേർഡ്സും ഡോൾഫിനും എല്ലാം ഉണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ തായ്ലൻഡിനെക്കാട്ടി ചീപ്പായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. തായ്ലൻഡിനെക്കാട്ടി ചീപ്പാണ് ഇവിടെ പല സംഭവങ്ങളും. ഇവിടെ നിങ്ങൾ വരികയാണെങ്കിൽ ഈ 3 സ്ഥലത്തേക്കും കൂടെ ടിക്കറ്റ് ഒരുമിച്ച് എടുക്കണം. അതാ ലാഭം. നമ്മളിനി അക്വേറിയത്തിലാണ് കയറുന്നത്. സീ വേൾഡ് അഞ്ചോൾ എന്നും പറഞ്ഞുകൊണ്ട് സീ വേൾഡ് അക്വേറിയം. ശരിക്കും ഇതിന്റെയൊക്കെ എക്സ്ട്രീം വേർഷൻ ആണ് മറ്റേ സിംഗപ്പൂരിലുള്ള നമ്മൾ അന്ന് പോയ സ്ഥലം. പക്ഷെ എത്ര പൈസ അവിടെ നിനക്ക് ഡ്യൂ റിമെമ്പർ? അതായത് ഒരാൾക്കാണ്ട് ഞങ്ങൾ 4 പേര് ഫാമിലി പോയപ്പോൾ 25,000-30,000 രൂപയായി. അറിയോ? അങ്ങനെ നമ്മൾ അകത്ത് കയറുമ്പോഴത്തേക്കിനും ഇതിനകത്ത് നമുക്ക് ഇഷ്ടംപോലെ ഫിഷിനെ കാണാം. എൻ്റെ മോനാണെങ്കിൽ ചെല്ല് എൻ്റെ മോനാണെങ്കിൽ ഫിഷ് കാണാനും കഴിക്കാനും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അവിടെ ഉമ്മയൊക്കെ കൊടുക്കുന്ന പോയിട്ട് ഫിഷ് ഇഷ്ടംപോലെ മത്സ്യങ്ങൾ കാണാൻ സാധിക്കും. അവിടെ വലുതുണ്ടടി. വാ, അതുണ്ടാ. ഓ വാ, ഇതുണ്ടോ? ഒത്തു വലിയ ഫിഷാന്ന് നോക്കിയേ. പക്ഷെ എൻ്റെ പൊന്നെ, നിന്നെക്കാട്ടി വലുതാ ശ്വേത. അത് ഇതിൻ്റെയൊക്കെ ഇറച്ചി നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? ഞാൻ അതാ ആലോചിക്കുന്നത്. മുറിച്ച് കഴിഞ്ഞാൽ എത്ര ഫ്രൈ ഉണ്ടാക്കാം അല്ലേ? വാവ്, അടിപൊളി. പക്ഷെ എന്ത് വലുതല്ലേ. ഇവിടെ ഒരു ഫിഷിനെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടില്ല നോക്കിയേ. സീബ്ര ഫിഷ് ആണോ? ഇതല്ലല്ലോ. ആടാ, ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. ഷോ ഇത് കണ്ടോ? ഈ കാറിന്റെ അകത്ത് വരെ വെള്ളം നിറച്ചിട്ട്, കാറിനകത്ത് വെള്ളം നിറച്ച് മെയിൻ ആയിട്ടിരിക്കുന്നത് കണ്ടോ? വാ, അത് കൊള്ളാവേ. പക്ഷെ എന്റെ ദൈവമേ, അത് കൊള്ളാം. അതെങ്ങനെയായിരിക്കും അവർ ചെയ്തത്? എത്രത്തോളം കഷ്ടപ്പെട്ട് കാണുമല്ലോ ആ കാർ അങ്ങനെ ആക്കിയെടുക്കാൻ. ഇവിടെ എന്തോ പരിപാടി കാണുന്നുണ്ട്. ഇത് സാന്റയാണ്. സാന്റാക്ലോസ് ആണ് വണ്ടി ഓടിച്ചോണ്ട് വരുന്നത്. സാന്റാക്ലോസ് ഓടിക്കുന്ന വണ്ടിയാണത്. അപ്പൊ ഇവിടെ എന്തൊക്കെയോ പരിപാടികളാ.
അയാൾ ആ കൊച്ചിനെ വെച്ചോട്ട് സർക്കസ് കാണിക്കാൻ പോവാ. നോക്കി, ആൾക്കാരൊക്കെ നിലത്തായിരിക്കുന്നത് കണ്ടോ. വാ, എന്ത് രസമല്ലേ. എല്ലായിടത്തും ക്രിസ്മസ് 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 ഒക്കെ കഴിഞ്ഞാലും ക്രിസ്മസ് ക്രിസ്മസ് ക്രിസ്മസ്. ഇന്തോനേഷ്യയുടെ മാപ്പ് കണ്ടോ. ഈ കാണുന്ന ഇത്രയുണ്ട് ഇന്തോനേഷ്യ. ഏകദേശം 14,000-ഓളം വരുന്ന ദ്വീപുകളുള്ള ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ. ലോകത്തിലെ ഏറ്റവും വലിയ 14ാമത്തെ രാജ്യം കൂടിയാണ് ഇന്തോനേഷ്യ. അത്ര വലിയ രാജ്യമാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്നത്. നമ്മൾ നോക്കുന്ന ഒരു ചെറിയ ഒരു സ്ഥലമല്ല. ഇറ്റ്സ് എ വെരി ബിഗ് കൺട്രി. ഇതുള്ളതല്ലേ, എന്തോരം മത്സ്യങ്ങളല്ലേ, ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഒരാൾ ഓടി അടക്കുക മീനിനെ കണ്ടിട്ട്. ഇത് മറ്റേ പിരാന ഫിഷ് ആട്ടോ. ഇത് കണ്ടില്ല, അതൊക്കെ പിരാന ഫിഷ്. ഇതിനകത്തൊക്കെ എന്തൊക്കെ ചെറിയ മത്സ്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്തൂടെ ഒക്കെ പോയി കാണണം തോന്നുന്നു. What is that? എന്താ അവിടെ? ഫിഷ് ഉണ്ടോ? ഇല്ലേ? ഇത് നമ്മൾ പവിഴ പുറ്റുകൾക്കിടയിൽ കാണുന്ന കോറൽ റീഫ് ഫിഷ് ആണ്. ഇത് നമ്മൾ ലക്ഷദ്വീപ് പോയപ്പോൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? നമ്മൾ ലക്ഷദ്വീപ് പോയപ്പം ഇഷ്ടംപോലെ കണ്ടിട്ടുള്ള ഫിഷസ് ആണ്. ഇത് കോറൽസിന്റെ ഇടയിലാണ് ഇത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. പിന്നെ അതിനിടയ്ക്ക് നമുക്ക് ഈൽസിനെ കാണാൻ സാധിക്കും. ഈലുണ്ട്. പിന്നെ അതെന്താ അത്? അത് വീലാണോ? അപ്പൊ ഇത് വീലാണോ? ഓ, അതെല്ലാം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫീൽസ്. ഗൈസ്, എന്റെ മോനാണ് പറഞ്ഞു തന്നത് ഇത് ലയൺ ഫിഷ് ആണെന്നുള്ളത്. അവൻ എവിടെന്നോ കൃത്യമായിട്ട് അറിയാം. ലയൺ ഫിഷ്. ഉമ്മയൊക്കെ കൊടുക്കുന്നു. പഫർ ഫിഷ് എന്നാണ് ഇതിന്റെ പേര്. ചെന്നൈ പോയപ്പോ കണ്ടതാണ് പഫർ ഫിഷ്. കണ്ടോ, ഒരു ഡിഫറെന്റ് ഷേപ്പും ഡിഫറെന്റ് കളറും. ഇത് കണ്ടോ, ഇതിനെ സ്പൈഡർ ക്രാബ് എന്ന് പറയും. അതായത് സ്പൈഡറിന്റെ ഷേപ്പിലുള്ള ബിഗ് ക്രാബ്, അതിനെയാണ് സ്പൈഡർ ക്രാബ് എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെയും ഈ പറഞ്ഞ പോലെ കോറൽസിനിടയിൽ കാണുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫിഷസ് ആണ്. ഈ കോറൽസിനിടയിലുള്ള മത്സ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഭയങ്കര കളർഫുൾ ആയിരിക്കുമല്ലോ. നീലയും മഞ്ഞയും പച്ചയൊക്കെ ആയിട്ട് ഭയങ്കര കളർഫുൾ ഫിഷസ് ആയിരിക്കും ഈ കോറൽസിനിടയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ഷാർക്കിന്റെ ഏരിയ ആണ്, ഷാർക്ക് ഹൗസ്. ഇതിനകത്ത് നമുക്ക് ഇഷ്ടംപോലെ ഷാർക്കുകളെ കാണാൻ പറ്റും. ബേബി ഷാർക്കും ബിഗ് ഷാർക്കും എല്ലാം ഉണ്ട്. ഇത് ഇവിടെ താഴെ കിടക്കുന്നത് അത് കണ്ടോ, നോക്കി, താഴെ 2 റെസ്റ്റ് എടുക്കുകയാണ്. ആ ക്രിസ്മസ് ട്രീ ഒക്കെ ഇറക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ ഷാർക്ക് ഹൗസിനകത്ത്. പിന്നെ മേളില് ബേബി ഷാർക്ക് ഉണ്ട് ഋഷി. ഇതേ കണ്ടോ, ഇതേ മേളില് നോക്ക്, മേളില്. എവിടെ? മറ്റേ ഷാർക്കിന്റെ പാട്ട് പാടിക്കോ. പാട്, കേക്കട്ടെ. ഷാർക്ക് കേട്ടില്ല, പാട്. Baby shark do 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 do, baby shark do 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 do, baby shark. പാട്ട് പാടി ചുമച്ചു guys. I'm tired. I need to get some rest. No. I want to take rest. ഞാൻ നടന്ന് ക്ഷീണിച്ചൊന്നിരുന്നതിനാണ് ഈ ബഹളം. പ്രശ്നമല്ല, അവർക്ക് നടന്നൊരു ക്ഷീണമൊന്നും ഉണ്ടാവില്ല. നമുക്കാണ് നടന്ന് ക്ഷീണം. വാ, ഇത് കൊള്ളാലോ. ഇത് അടിപൊളിയാണ്. ഫ്ലൂറസെന്റ് ഫിഷ്, ഫ്ലൂറസെന്റ് കളറിലെ ഫിഷ്, അടിപൊളി, നൈസ്. ഇവര് ഭയങ്കര വെറൈറ്റിയുടെ ആൾക്കാരാട്ടോ. ഇവിടെ കാറിനകത്ത് ഫിഷ്, ട്രക്കിൻ്റെ അകത്ത് ഫിഷ്. ഇത് കണ്ടോ, ആ ട്രക്കിന്റെ ക്യാബിനൊക്കെ അവര് ഫിഷ് ടാങ്ക് ആക്കി മാറ്റി. എൻ്റെ പൊന്നു, അത് കംപ്ലീറ്റ് മറ്റേ ഇതെങ്ങനെ വാട്ടർ സീലന്റ് ആക്കി. എത്ര കഷ്ടപ്പെട്ട് കാണുമല്ലേ. അത് ഭയങ്കര സംഭവം കേട്ടോ. എന്നാലും നോക്കി, അതിനകത്തൊക്കെ മത്സ്യം ഇട്ടിട്ടുണ്ട്. എല്ലായിടത്തും ഉള്ള പോലെ കളർ മാറി കളിക്കുന്ന ജെല്ലി ഫിഷ് ഇവിടെയുണ്ട്. ജെല്ലി ഫിഷ് ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആയിരിക്കുമല്ലോ, അപ്പോൾ ഇങ്ങനെ പല കളറിൽ ഇങ്ങനെ മാറി ഇട്ടിരിക്കും. അതെല്ലാം അക്വേറിയത്തിൽ പോയാലും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. ഇത് കണ്ടോ, ബിഗ് ജെല്ലി ഫിഷ് നോക്കി. ഓ വാവ്, സോ ബിഗ്. ഇതുപോലെ ഇത് ശരിക്കും എന്ത് രസമല്ലേ കാണാനായിട്ട്. ഇത്രയും വലിയ ജെല്ലി ഫിഷ്. സോ ഇത് ഭയങ്കര, ഇത്ര വലുത് കണ്ടിട്ടുണ്ടോ ശര നീ? സോ ബിഗ് നോ. ഇത് ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ജെല്ലി ഫിഷ് ആണെങ്കിൽ. ഓ, ഇതിങ്ങനെ അടിയിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കുന്ന പോലെ. അല്ല, അടിയിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് കിടക്കുന്ന ടൈപ്പാന്ന് തോന്നുന്നത്. ഒന്നുകൂടെ കൈ ഇടടാ. ഒന്നും ചെയ്യത്തില്ലടാ, കൈ ഇടടാ. അവിടെ കൈ ഇട്ട് വേടാ. ഫിഷ് വന്ന് തൊടും. ഫിഷ് വന്ന് ഉമ്മ വയ്ക്കും കയ്യല്ല. ഫിഷ് വന്ന് കയ്യിൽ ഉമ്മ വെച്ച് അപ്പ വെച്ചു. കണ്ടോ, ഫിഷ് വന്ന് തൊടുന്നുണ്ടോ? കണ്ടോ കൈയിടെ ഇടടാ. ഇവരെ കാണാനേ ഇഷ്ടമുള്ളൂ, തൊടാൻ ഇഷ്ടമല്ല, കഴിക്കാൻ ഇഷ്ടമാണ്. അത് വന്ന് കൊത്തും, മറ്റേ ഫിഷ് സ്പാ പോലെ. മുക്കിപ്പിടി. അതിങ്ങനെ മുക്കി പിടിച്ചാൽ മതി. മുക്കി പിടിക്കുമ്പോഴത്തേക്കിനും അതിങ്ങനെ വന്ന് ടച്ച് ചെയ്യും. ഫിഷിന്റെ സ്റ്റേഡിയം ഉണ്ടാക്കി വെച്ചേക്കാം. തിങ്ക് ഫിഷ് സ്റ്റേഡിയം എന്ന്. ഒരു ഡെഡ് ഒക്ടോപ്പസിനെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ? അത് ഉണക്കിയല്ലേ വെച്ചിരിക്കുന്നത്? ഉണക്കിയാണോ? ആ, അതേടി, നോക്കടി, കണ്ടോ. ഓ, നമ്മള് ലൈവ് ഫിഷിനെ കാണുന്നത് പോലെ തന്നെ ഇവിടെ നമുക്ക് ഡെഡ് ആയിട്ടുള്ള സംഭവം. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ ജയന്റ് സ്പൈഡർ ക്രാബ്,
അത് ഡെഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇവരിങ്ങനെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ കണ്ടോ. ഓ ഇത് ഭയങ്കര സംഭവം കേട്ടോ. ഇത് ഞാൻ ഇങ്ങനത്തെ ഒരു യുണീക്ക് സാധനം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചേട്ടാ ഇത് മറ്റേ ഇതിനകത്ത് ആ ലോഷൻ ഇല്ലേ, ഒരു ലിക്വിഡ് ഇല്ലേ, നമ്മൾ ഈ പ്രിസർവ് ചെയ്യുന്ന ലിക്വിഡ് ഇല്ലേ, നമ്മുടെ ഹ്യൂമൻ ഓർഗൻസ് ഒക്കെ പ്രിസർവ് ചെയ്ത് അനാട്ടമി ലാബിൽ കണ്ടിട്ടില്ലേ, അങ്ങനെ തന്നെ വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഇത് കണ്ടോ. വലിയൊരു സ്റ്റിംഗ്രേ, ആ ഒരു സ്റ്റിംഗ്രേനെ ഇവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തോരം വലുതാന്ന് നോക്കിയത്. ജയന്റ് വിപ്രേ എന്നാണ് അതിനെ പറയുന്നത്. ജയന്റ് വിപ്രേ ഇത് ആക്ച്വലി ബിഗ്. ഋഷിയുടെ വലിപ്പം, അതിന്റെ വലിപ്പം നോക്കിയേ, ഒരു 5.5 അടി ഹൈറ്റ് ഉണ്ടാവും താഴെ നിന്ന് മേളി വരെ. സോ ബിഗ്. ഇത് കംപ്ലീറ്റ് ഇത് നോക്കിയേ, ഇവിടെ കംപ്ലീറ്റ് ഇങ്ങനത്തെ സാധനങ്ങളാണ് കണ്ടോ. ഇതെല്ലാം ഇങ്ങനെ സ്റ്റഫ് ചെയ്തും ഉണക്കിയൊക്കെ വെച്ചിരിക്കുന്ന സംഭവങ്ങൾ കണ്ടോ. ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് കടലിലെ ഓരോ ജീവികളും പിന്നെ അതുപോലുള്ള പല പല സംഭവങ്ങളാണിത്. നമുക്കിങ്ങനെ മുകളിൽ വന്ന് നിന്ന് ആ ഒരു ഷാർക്കല്ലേ അത്, ഷാർക്കാണോ? ഷാർക്കൊക്കെ ഉണ്ടാവും. ഷാർക്ക് മറ്റും ബാക്കിയുള്ള സാധനത്തിലേക്ക് നമുക്കിങ്ങനെ മേളി വന്ന് നിന്ന് കാണാം. അതിനു വേണ്ടിയുള്ള ഏരിയ ആണിത്. ഓക്കേ ബൈ ബൈ. ഓഹോ നോക്കി നോക്കി പോവാ. എങ്ങോട്ടാ പോന്നേ? അവിടെ പോയി ഇരിക്കല്ലേ. അതെ, ആരെയും പോയി തട്ടിയിടല്ലോ കേട്ടോ. ഗൈസ് നിങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ടോ ഗൈസ്? അയ്യോ എന്നെ ഇടിക്കാൻ വരുന്നേ, എന്നെ ഇടിക്കാൻ വരുന്നേ. അയ്യോ ഇല്ല കഴിഞ്ഞിട്ടില്ല. പൊക്കോ ശക്തി പോരാ, റോബോയ്ക്ക് ശക്തി പോരാ. ഇതാണ് പോന്നെ. എങ്ങോട്ടായി പോന്നേ? ഇത് ആക്ച്വലി നല്ലൊരു കാര്യമാണ്. ആൾക്കാർക്ക് എൻജോയ് ചെയ്യാനാ പറ്റുന്നത്. ഹൗ മെനി പീപ്പിൾ ആർ യൂസിങ് ദിസ്. അവരെന്തോരം കാശുണ്ടാക്കുവാന്നറിയോ. ഇതേപോലെ നമ്മൾ ചൈനയിൽ പോയപ്പോ ഒരു പ്രാവശ്യം ഇരുന്നതാ. ഈ ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? മതിയായോ? എന്നെ നിർത്തിക്കോ. അയ്യോ എന്നെ തള്ളുന്നേ രണ്ടും കൂടെ. എന്റെ മുത്തുക്കുട്ടി എൻജോയ് ചെയ്തോ? ഹാപ്പി ആയോ? ഹാപ്പി ആയോ? എന്തോ ഹാപ്പി ആവാൻ. ഋഷിക്ക് ഇവിടുന്ന് പോകണ്ടെന്നാ പറയുന്നേ. വി ഹാഡ് സോ മച്ച് ഓഫ് ഫൺ ടുഡേ. ഇവിടുത്തെ കോസ്റ്റ് എന്ന് പറയാനായിട്ട് നമ്മൾ കേറാൻ എത്ര രൂപയായിരുന്നു? അത്ര വലിയ എക്സ്പെൻസീവ് അല്ല. എനിക്കൊന്ന് ഒരു ഫുഡ് അടക്കം ഒരു പെർ ഹെഡ് ഒരു 2,500 രൂപയ്ക്കുള്ളിൽ നിന്നു. 2,000-2,200 രൂപ റേഞ്ചിൽ നിന്നു. അതിനകത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തു? നമ്മൾ ബേർഡ്സിന്റെ കൂടെ ഫോട്ടോ എടുത്തു, ആനിമൽസിന്റെ കൂടെ ഫോട്ടോ എടുത്തു, പെൻഗിന്റെ കൂടെ ഫോട്ടോ എടുത്തു. പിന്നെ അതിന് നമ്മൾ 1,500 രൂപ എക്സ്ട്രാ കൊടുത്തു. അത് 3 പേർക്കും കൂടെ കേട്ടോ. പിന്നെ ബാക്കി കുറെ ആക്ടിവിറ്റീസ് ചെയ്തു. അത് ആക്ച്വലി ലൈക് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത പല സംഭവങ്ങളും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റി. നമുക്ക് എവിടെ ആനിമൽസിനോട് ഒന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും, എവിടെ ആനിമൽസിനെ ഫീഡ് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഒരു മൃഗശാലകളിലും ഒന്നും പറ്റില്ല. പക്ഷെ പെൻഗ്വിൻ വാസ് വർത്ത്. അത് പൊളിയായിരുന്നു. നമ്മൾ ഡോൾഫിനെ കാണാൻ പോയില്ല. ഇറ്റ്സ് ഓക്കേ, വി ഡോണ്ട് റിഗ്രറ്റ് ഇറ്റ്. പെൻഗ്വിൻ അടിപൊളിയായിരുന്നു. ബിക്കോസ് നമ്മൾ ഡോൾഫിൻ സഫാരി പാർക്ക് ചെയ്തതാണ്. ഞാൻ സ്നേഹത്തോടെ പിടിക്കുന്നത്. സോറി, ഇത് ഇന്തോനേഷ്യ. ഇടക്കിടക്ക് ഞാൻ മറന്നു. ഓക്കെ, അപ്പൊ see you guys tomorrow with another video. അതുവരേക്കും ബൈ ബൈ. Bye bye guys.